ഇരട്ടത്താപ്പിന്റെയും ഹിപ്പോക്രസിയുടെയും ലോക മാതൃകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് കണ്ടത്. നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രൽ ദേവാലയം, അവിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വളരെ ഭക്ത്യാദരപൂർവം ക്രിസ്മസ് പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അതേസമയം ഉത്തരേന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രിസ്മസ് ആഘോഷിച്ച ക്രൈസ്തവർ അടിയേറ്റു വീഴുന്നു. അവരുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു. സാമുദായിക സൗഹാർദ്ദവും മതനിരപേക്ഷതയും ഒക്കെ നമ്മുടെ മുഖമുദ്രയാണെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്. ലോകത്തിന് മുമ്പിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും. നമ്മുടെ ഭരണഘടനയിൽ അതിനനുസരിച്ചുള്ള വാചകങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വർഷം അക്രമത്തിന്റെയും ഭയത്തിന്റെയും ഭീഷണിയുടെയും നിഴലിലാണ് രാജ്യത്തെ ക്രൈസ്തവർ യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചത്. സംഘപരിവാറിന്റെ പ്രവർത്തകര്, VHPയുടെയും ബജ്രംഗ് ദളിന്റെയും ഒക്കെ അംഗങ്ങള്, RSSൽപ്പെട്ടവര്, അവര് രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവർക്കെതിരെ അഴിഞ്ഞാടുകയായിരുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി റിഡംഷൻ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അനുകമ്പയുടെയും കാലാതീതമായ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് എന്നാണ്. ക്രിസ്മസ് സമൂഹത്തിൽ സന്മനോഭാവത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ഉണർത്തുന്നു എന്നാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു, മറുഭാഗത്ത് നമ്മുടെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെ ഒരു പ്രധാന ദേവാലയത്തിലെത്തി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ക്രിസ്മസിനെ പറ്റി വാചാലമായി സംസാരിക്കുകയും ചെയ്യുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണിത്! എന്തൊരു ഹിപ്പോക്രസിയാണിത്! കാപട്യമെന്നല്ലാതെ ഇതിനെ നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക? ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹിയിലെ കത്തീഡ്രൽ ദേവാലയമാണ് റിഡംഷൻ പള്ളി. രാഷ്ട്രപതി ഭവന്റെ വളരെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ വൈസ്രോയി പള്ളി എന്നും പറയാറുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിമാർ, അവരോടൊപ്പം ഉള്ളവര് ആരാധനയ്ക്കായി പോയിരുന്നത് ഈ പള്ളിയിലാണ്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് CNAയുടെ കത്തീഡ്രൽ ദേവാലയമായി മാറി. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്തിയത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനുള്ള ഒരു വേദിയായിട്ട് ഈ ദേവാലയത്തെ തിരഞ്ഞെടുത്തത്. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗോൾഡാക്കാന പള്ളിയിൽ ഈസ്റ്റർ ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ ആ ചടങ്ങിനും ഇതുപോലെ ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. കാലാകാലങ്ങളിലായിട്ട്, വർഷങ്ങളിലായിട്ട് ഡൽഹിയിലെ തെരുവുകളിൽ നടക്കുന്ന കുരിശിന്റെ വഴി എന്ന് പറയുന്ന ആ പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഗോൾഡാക്കാന പള്ളിയിൽ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി ഈസ്റ്ററുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. റിഡംഷൻ ദേവാലയത്തിലേക്കുള്ള നമ്മുടെ മോദിജിയുടെ വരവും പോക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. എന്തൊരു ഭക്തി, എന്തൊരു ആദരവ്! യേശുവിന്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ യേശു പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് അനുവർത്തിക്കുന്ന ഒരു ഭക്തനാണ് മോദി എന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. നീളത്തിലുള്ള ഒരു ഷാൾ കഴുത്തിൽ അണിഞ്ഞു വന്ന മോദിയെ കണ്ടാൽ ഏതോ ഒരു മെത്രാനാണെന്ന് തോന്നുമായിരുന്നു. അത്രയ്ക്ക് ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടിയാണ് അദ്ദേഹം ആ ദേവാലയത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്തത്. വൈദികർക്കൊപ്പം അദ്ദേഹം മുൻനിരയിൽ തന്നെ ഇരുന്നു. പിന്നീട് ഗായക സംഘം കരോൾ ഗാനങ്ങൾ ആലപിച്ചപ്പോൾ അദ്ദേഹം വിരലുകൾ കൊണ്ട് താളമിട്ടുകൊണ്ടിരുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനാ പുസ്തകം കയ്യിൽ കരുതി അത് തുറന്ന് കയ്യിൽ പിടിക്കുകയും ചെയ്തു. CNAയുടെ ഡൽഹിയിലെ ഡയോസിസ് ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ദൈവം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ നയിക്കുന്നതിന് കൂടുതൽ ശക്തി പകരട്ടെ എന്നായിരുന്നു. സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ രാജ്യത്തെ നയിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയും ചെയ്തു. മോദിക്ക് വേണ്ടി ബിഷപ്പ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് ചെന്ന് കൈകൾ കൂപ്പി വളരെ ഭക്തിയോടുകൂടി നിൽക്കുന്നത് കാണാമായിരുന്നു. അതിനുശേഷം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന ക്രൈസ്തവര് ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു, ആക്രമിക്കപ്പെടുകയായിരുന്നു. വഴിയരികില് സാന്താക്ലോസിന്റെ തൊപ്പി വിറ്റുകൊണ്ടിരുന്ന പാവപ്പെട്ട കുട്ടികളെ പോലും അവര് ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നത് കണ്ടു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ജബൽപൂരിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ കാഴ്ച പരിമിതിയുള്ള ഒരു പെൺകുട്ടിയെ BJPയുടെ സിറ്റി വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവ എന്ന വനിതാ നേതാവ് കടന്നാക്രമിക്കുന്നത്, കയ്യേറ്റം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. രാജസ്ഥാനിലെ ദുംഗർപൂരില് RSSന്റെയും ബജ്രംഗ് ദളിന്റെയും പ്രവർത്തകര് അവിടുത്തെ
സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ കടന്നു ചെന്ന് അവിടെ നടന്നുകൊടുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തി തടഞ്ഞു. ഹരിദ്വാർ, അവിടെ UP ടൂറിസം കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു ഹോട്ടലിൽ അവിടുത്തെ ക്രൈസ്തവരുടെ ഒരു സംഘടന ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇത് ഹൈന്ദവ പുണ്യ നഗരമാണെന്നും ഗംഗയുടെ തീരത്തുള്ള ഈ മന്ദിരത്തിൽ, ഈ ഹോട്ടലിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആ ചടങ്ങ് റദ്ദാക്കേണ്ടി വന്നു. എന്തിനാ നമ്മുടെ കേരളത്തിലെ പാലക്കാട്ട് കുട്ടികളുടെ കരോൾ സംഘത്തെ BJPയുടെ പ്രവർത്തകര് ആക്രമിച്ചു. എന്നിട്ട് അവരുടെ മേൽ അധിക്ഷേപം ചൊരിഞ്ഞു. കുട്ടികള് മദ്യപിച്ചിട്ടാണ് വന്നതെന്നും അവർ സാമൂഹിക വിരുദ്ധരാണെന്നും കുട്ടിഘോഷിച്ചു. കേരളത്തിലാണ് നടന്നത്. ഡൽഹിയിലെ ബജ്രംഗ് ദൾ പ്രവർത്തകര് വഴിയോരങ്ങളില് സാന്താക്ലോസിന്റെ വസ്ത്രവും തൊപ്പിയും അതുപോലെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അനുസാരികളും അത് വിൽക്കുന്നത് പോലും അവർ തടഞ്ഞു. ഒഡീഷയിലെ ഭുവനേശ്വറിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. റായ്പൂരിൽ ഒരു മാൾ ഇതുപോലുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു കട, പറഞ്ഞല്ലോ, സാന്താക്ലോസിന്റെ വസ്ത്രങ്ങള്, പിന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ആവശ്യമായ അനുസാരികള്, പുൽക്കൂടുകള്, നക്ഷത്ര വിളക്കുകള്, അങ്ങനെ പല സാധനങ്ങള് അതൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഒരു കട അടിച്ചങ്ങ് തകർത്തു. യുപിയിലെ ഗാസിയാബാദില് പാസ്റ്റർ രാജു സദാശിവത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒരു സംഘം ബജ്രംഗ് ദൾ പ്രവർത്തകര്, സംഘപരിവാരത്തിൽപ്പെട്ടവര് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഇന്നിപ്പോ വൈറലാണ്. അവരെ കന്യാമറിയത്തെ അധിക്ഷേപിക്കുന്നു, യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അധിക്ഷേപകരമായ കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. എന്നിട്ട് കേരളത്തിൽ നമ്മുടെ ഗവർണറുടെ ആസ്ഥാനമായ ലോക്ഭവനില്, പണ്ട് അതിന്റെ പേര് രാജ്ഭവൻ എന്നായിരുന്നു, പിന്നീട് ലോക്ഭവൻ എന്നായി, ജനങ്ങളുടെ സ്ഥലം, അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം പേരിലൊക്കെ കൊണ്ടുവന്നതാണ്. അവിടെ പോലും ക്രിസ്മസിനുള്ള അവധി നിഷേധിക്കുകയാണ് ചെയ്തത്. അത് റദ്ദാക്കുകയാണ് ചെയ്തത്. ഉത്തർപ്രദേശില് സംസ്ഥാനം മുഴുവൻ സ്കൂളുകൾക്കും മറ്റും ക്രിസ്മസ് അവധി നൽകിയിരുന്നത് വേണ്ട എന്ന് വെച്ചു. അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാനെന്ന വ്യാജേനയായിരുന്നു ക്രൈസ്തവരുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞത്, അവധി നിഷേധിച്ചത്. ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. മധ്യപ്രദേശിലെ ജബുവയില്, അതൊരു ഡയോസിസാണ്, കത്തോലിക്ക ഡയോസിസാ, അവിടുത്തെ 4 ഇടവകൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അനുമതി പോലീസ് നിഷേധിച്ചു. സർക്കാരില് സംഘപരിവാരം നടത്തിയ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. ബറേലിയിലെ ഒരു ദേവാലയത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തടസ്സമുണ്ടാക്കി, അല്ലെങ്കിൽ അത് അലങ്കോലപ്പെടുത്തിയത് ദേവാലയത്തിന് മുമ്പിൽ ഹനുമാൻ ചാലീസ ചൊല്ലിക്കൊണ്ടാണ്. ഹനുമാൻ ചാലീസ എവിടെയും ചൊല്ലാം, ഭക്തർക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ക്രിസ്മസ് ആഘോഷം നടക്കുന്ന ഒരു ദേവാലയത്തിന് മുമ്പിൽ ഇത് ചൊല്ലുകയും ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തുകയുമാണ് ചെയ്തത്. അസമിലെ നൽബേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ സെന്റ് മേരി സ്കൂള്, അവിടെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു, എല്ലാം സജ്ജമായിരുന്നു. പക്ഷെ അതിനു മുമ്പായിട്ട് സംഘപരിവാരത്തിന്റെ ആളുകൾ, ബജ്രംഗ് ദൾ, VHP മുതലായ സംഘടനകളിൽപ്പെട്ടവര് അവിടെ കടന്നു ചെന്ന് അതെല്ലാം അടിച്ചു തകർത്തു. ആ ക്രിസ്മസ് ആഘോഷം നടത്താൻ അനുവദിച്ചില്ല. ഇതൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നടന്നതിന് ശേഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി റിഡംഷൻ ദേവാലയത്തിലെത്തി ക്രിസ്മസ് ആഘോഷങ്ങളില്, അതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇത് BJPയുടെ നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാരം അറിയാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുമോ? ചെറിയ ന്യൂനപക്ഷമാണ് ഇന്ത്യയിലെ ക്രൈസ്തവര്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വളരെ വളരെ കുറവാണ്. അവിടെ പോലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താൻ അനുവദിക്കാതിരിക്കത്തക്ക വിധം എന്താണ് ഈ സംഘപരിവാരത്തിന്റെ പ്രകോപനമെന്ന് മനസ്സിലാവുന്നില്ല. ഇത്തരം അന്വേഷണ സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ അതേപ്പറ്റി എന്തെങ്കിലും പ്രതികരിച്ചതായും നമ്മളാരും കേട്ടില്ല, കണ്ടില്ല. സംഘപരിവാരത്തിന്റെ അനുഗ്രഹത്തോടും അനുമതിയോടും കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. എന്നിട്ട് ക്രൈസ്തവരെ പറ്റിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി വർഷം തോറും ഏതെങ്കിലും ദേവാലയത്തിൽ ഈസ്റ്ററിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഇതാരെ പറ്റിക്കാനാണ്? ആദ്യത്തെ സംഭവങ്ങൾ തന്നെ ഉണ്ടായപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ ആഭ്യന്തരമന്ത്രി അരുതയെന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് സമാധാനത്തോടെ, ഭീതിയില്ലാതെ അവർക്ക് യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള ഒരു അവസരം ഉണ്ടായില്ല. BJP എപ്പോഴും അങ്ങനെയാണ്. പ്രവൃത്തി ഒന്നാണ്, പ്രയോഗം മറ്റൊന്നാണ്. അണികളെ ഇളക്കി വിടും, ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടത്താൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു വിടും. എന്നിട്ട് നേതാക്കള്, പ്രധാനമന്ത്രിയെ പോലെയുള്ളവര് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വന്നിട്ട് അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കും.
ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത്? വെറും PR വർക്ക് എന്നതിനപ്പുറത്തേക്ക് എന്തു നേട്ടമാണ് ഇതുകൊണ്ട് പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം ഉണ്ടാക്കുന്നത്? വെറും PR വർക്ക് മാത്രം. പൊതു തെരഞ്ഞെടുപ്പുകളുടെ തലേന്ന് ഏതെങ്കിലും ഒരു ഗുഹാക്ഷേത്രത്തിലോ മറ്റോ പോയിരുന്ന് തുറന്നു വെച്ച ടെലിവിഷൻ ക്യാമറകളുടെ മുമ്പിൽ ധ്യാനം നടത്തുന്നതിനപ്പുറത്ത് എന്ത് പ്രയോജനമാണ് ഇതുകൊണ്ടുള്ളത്? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയ്ക്ക് ഡൽഹിയിലെ ഒരു ദേവാലയത്തിൽ റിഡംഷൻ കത്തീഡ്രലിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെന്ന് പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളത് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു? ഒറ്റ പ്രയോജനമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഒന്ന് മാത്രമാണ്. അവിടെ സാധാരണഗതിയിൽ ക്രിസ്മസ് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന ധാരാളം ആളുകൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം അത്രയ്ക്ക് അതിശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കെത്താൻ കഴിഞ്ഞത്. അതിന്റെ പേരിൽ അവിടെ പ്രതിഷേധം ഉണ്ടായി. നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ വിശ്വാസികൾക്കുണ്ടായ അസൗകര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത്രേ. അദ്ദേഹത്തിന് ഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രൽ ദേവാലയത്തിൽ അവിടുത്തെ ആരാധനയിൽ പങ്കെടുക്കാൻ ചില വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയാൽ അദ്ദേഹത്തിന് എന്താ ഇത്ര ദുഃഖം? അദ്ദേഹത്തിന് എന്താ അവിടെ കാര്യം? പക്ഷെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഇത് ഹിന്ദുത്വ ശക്തികളോട്, BJPയോട് അല്ലെങ്കിൽ BJP ഭരണത്തോട് നമ്മുടെ ചില ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ കാട്ടുന്ന മൃദു സമീപനത്തിലുള്ളൊരു മറുപടി കൂടിയാണ്. കേരളത്തിലെ ക്രൈസ്തവര്, ഇന്ത്യയിലെ ക്രൈസ്തവ നേതൃത്വം അത് മനസ്സിലാക്കണം. CBCI ചില പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എന്താ സംഭവിച്ചതെന്നുള്ളത്, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാര് മറക്കരുത്. പക്ഷെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്ന് BJPയും കരുതണ്ട. ഒരിക്കൽ തൃശ്ശൂർ സംഭവിച്ചു. ആ തെറ്റ് മനസ്സിലാക്കിയ തൃശ്ശൂർകാര് ആ തെറ്റ് തൃശ്ശൂരിലെ ആളുകൾ തിരുത്തുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്: നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മഹാനടനാണ്, അഭിനേതാവാണ്. നമോ വാഗം.